ശത്രുപാളയത്തിലേക്കല്ലേ സ്വയംവരത്തിന് പോകുന്നത്? അവിടെ കുലയ്ക്കാൻ സാധിക്കാത്ത വില്ലുവല്ലതും കാണുമോ? ട്രയംബിളം സ്റ്റൈലിൽ. റിസീവർ ആളൊരു മണ്ടനൊന്നുമല്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ഏകാംഗ സ്വയംവരത്തിന് തന്നെ അയാൾ വേദി ഒരുക്കിയിരിക്കും. ലക്ഷ്മി സമ്മതിക്കോ? അതിപ്പോ പ്രശ്നമാണ്. അതിനല്ലേ താപ്പാനെ കൂടെ കൊണ്ടുപോകുന്നത്. തമ്പുരാട്ടി, എന്തു പറ്റി തമ്പുരാട്ടി? എനിക്ക് പേടിയാണ് വിഷ്ണു. പേടിയോ? എന്തിന്? എനിക്ക് രവിയേട്ടനെ പേടിയാണ്. ഓ, രവിവർമ്മ തമ്പുരാനെയോ? ആ, ഇന്ന് വരും. തമ്പുരാട്ടിക്ക് അത്ര ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് റിസീവർ സാറിനോട് പറയാമായിരുന്നില്ലേ? രവിവർമ്മ തമ്പുരാനെ ഇവിടെ കയറ്റരുതെന്നല്ലേ നിയമം? ഞാനത് പറഞ്ഞു, പക്ഷെ അങ്കിൾ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്കിളിന് രവിയേട്ടനെ പേടിയാ. ഇങ്ങനെയായ പിന്നെ ആരാ എന്നെ രക്ഷിക്കുക? അങ്ങനെയൊന്നും വരികയല്ലെന്നേ. ഇത് തമ്പുരാട്ടിയുടെ കൊട്ടാരമല്ലേ? ഇവിടെ കയറും തമ്പുരാട്ടി ഉപദ്രവിക്ക് ആരാ ഉള്ളത്? എനിക്ക് പേടിയാ. എന്തെങ്കിലും ഉണ്ടായാ വിഷ്ണു എന്നെ രക്ഷിക്കുമോ? എന്തുണ്ടാകാൻ? എന്തെങ്കിലും ഉണ്ടായാ എനിക്ക് വാക്ക് തരണം. എനിക്ക് വേറെ ആരുമില്ല. അല്ല, തമ്പുരാട്ടി ഇവിടെ നിൽക്കുകയാണോ? ഇന്ന് ഈ പാട്ടും കൂത്തൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേടോ? ഞാൻ പറഞ്ഞിട്ടാ? ആ ശരി ശരി, എന്തു ആട്ടെ. നമ്മുടെ വീട്ടിൽ വരുന്നവരോട് നമ്മളൊരു മര്യാദയൊക്കെ കാണിക്കണ്ടേ? താൻ ഇവിടെ നിൽക്കുകയാണോ? താൻ പൊക്കോടോ. തമ്പുരാട്ടി പേടിക്കണ്ടെന്നേ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. എന്താ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? രവിവർമ്മ തമ്പുരാനെ ഒരുപാട് കാലം കൂടി കാണുകയല്ലേ. നമ്മൾ അപമാനിച്ചെന്ന് വരുത്തണ്ട. ഒന്ന് റെഡിയായിട്ട് വരൂ. Thank you very much. You are welcome. Welcome for everything. ഇവിടുത്തെ അധ്യാപകരാണ്. ഇത് വിഷ്ണു, സംഗീതം. ഇത് നടനം നാണു, ഡാൻസ് മാസ്റ്റർ. ഇത് ഷേക്സ്പിയർ, ഇംഗ്ലീഷ്. ഹലോ, I am രവി വർമ്മ. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? 2-3 ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് ഒന്ന് കാണാൻ. കാത്തിരുന്ന് മീറ്റ് മൈ സെക്രട്ടറി ഗീത. ജാനുമേ എനിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ലക്ഷ്മി എവിടെ? ഹർ ഹൈനസ്. ലക്ഷ്മി, തിരുവുള്ളക്കേട് ഉണ്ടാവില്ല. കുട്ടിക്ക് നല്ല പനിയാ, തളർന്നു ഉറങ്ങുക. പനിയോ? എന്നിട്ട് താനെന്താ പറയായിരുന്നു? ഞാൻ അറിഞ്ഞില്ല. അത്രയ്ക്കുള്ള തന്റെ ഉത്തരവാദിത്തം. നല്ല ചൂടുണ്ടല്ലോ. നിങ്ങൾ എന്താ ഡോക്ടറെ വിളിക്കായിരുന്നു? അത് പിന്നെ എന്താ റിസീവർ സാറേ ഇത്? തീ പോലെ പൊള്ളുന്നല്ലോ. അയ്യോ, എന്താ ജാനുമേ എന്നോട് പറയായിരുന്നേ? അത്രയ്ക്കൊന്നും ഇല്ല സാർ. ചുക്കും കുരുമുളകും ഇട്ട് കാപ്പി കൊടുത്തിട്ടുണ്ട്. ഓഹോ, അത് കൊടുത്തായിരുന്നോ? ഓ, ഇപ്പൊ മാറും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മുമ്പ് വന്നപ്പോ ഇങ്ങനെ മാറിയിട്ടുണ്ടേ. അഥവാ മാറില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിപ്പിക്കാം. ലക്ഷ്മി ഉണർന്നാൽ എന്നെ വിളിക്കണം. എവിടെ എന്റെ റൂം? ഓ, ഇവിടെ വന്നോളൂ. ആ ഗീത, ലക്ഷ്മിയെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. തുളസിയിലെയും ചുക്കുവെള്ളവും ഒന്ന് റൊമാൻറ്റിക്കായി അടിച്ചു കലക്കാനുള്ള ചാൻസ് അല്ലേ നഷ്ടപ്പെടുത്തിയത്? അല്ലേ സർ? എന്ത് ചാൻസ്? ഇനി അതും ഞാൻ പഠിപ്പിക്കണോ? ലക്ഷ്മിക്ക് പനി, അതും നല്ല പനി. ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക, ഡോക്ടറെ വിളിക്കാൻ ഓടുക, തലയെടുത്ത് മടിയിൽ വെച്ച് ശുശ്രൂഷിക്കുക, മരുന്ന് കൊടുക്കുക. ഇതൊക്കെ ഇനി എന്നാ പഠിക്കുന്നേ? ഞാൻ അത്ര മണ്ടനാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഞാൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി കണ്ടില്ലേ? അവൾക്ക് പനിയില്ല, അവൾ ഉറങ്ങുകയുമല്ല. കള്ളയുറക്കം. ഞെട്ടൽ എന്റെ കയ്യിൽ ഫീൽ ചെയ്തു. ആ കള്ളപ്പനിക്ക് കാരണം രണ്ടാ. ഒന്നുകിൽ എന്നോടുള്ള പേടി, അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്യാൻ. എന്തായാലും മരുന്ന് റൊമാൻസ് അല്ല. അതെന്തെങ്കിലും ആട്ടെ, ആവശ്യമില്ലാത്ത 2-3 കഥാപാത്രങ്ങളുണ്ടല്ലോ കഥയില്. അതാരാ? 3 കൊരങ്ങന്മാര്, അധ്യാപകര്. ഇനി എന്തിനാ അവര്? പഠിപ്പിക്കാനുള്ളതൊക്കെ സാറങ്ങ് പഠിപ്പിച്ചാ മതി. ആ വരട്ടെ, സമയമുണ്ടല്ലോ. അവന്മാര് മാർഗതടസ്സമാണ് കേട്ടോ, ഒഴിവാക്കണം.
ഇത് വിഷ്ണു, ഇത് മാസ്റ്റർ, ഇത് ഡാൻസർ. സന്തോഷമായി അല്ലേ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വിടുന്നത് കഷ്ടമാണ്. ഇറ്റ് ഈസ് ടു ബാഡ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു സർ? ഇറ്റ് ഈസ് റിയലി ഹാർട്ട് ബ്രേക്കിംഗ് ആണ് സർ. ഞാൻ വീണ്ടും ബാലേക്ക് പോകേണ്ടി വരും. മതിലേറി കന്നി അഥവാ രക്തം പുരണ്ട പടവാൾ. ഈ ലക്ഷ്മിപുരം കൊട്ടാരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത സേവനത്തിന് തമ്പുരാട്ടിയുടെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ തമ്പുരാട്ടിയുടെ ഗുരുക്കന്മാരല്ലേ? വിഷമിക്കണ്ടോ? അല്ലെങ്കിൽ തന്നെ 2.5 മാസം കൂടി കഴിയുമ്പോ നിങ്ങളൊക്കെ പിരിഞ്ഞു പോകേണ്ടതല്ലേ? അതിപ്പോഴേ ആകുന്നേ ഉള്ളൂ. വാ, പിന്നെ ശമ്പളം കൂടാതെ ആളൊന്നുക്ക് 10,000 രൂപ എക്സ്ട്രാ ഉണ്ട്. രവിവർമ്മ തമ്പുരാന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ്. ഞാൻ രാവിലെ ഒരു വഴിക്ക് പോകും. അതാ ഇപ്പൊ യാത്ര പറഞ്ഞത്. സോ താങ്ക്സ് എ ലോട്ട്. ഗുഡ് ബൈ സാർ. ഗുഡ് ബൈ. വാ വാ സർ. ഗുഡ് ബൈ. ലോസ്റ്റ് ഇൻ ദ ഡെസർട്ട്. വാ വാ. പെരുവഴി അമ്പലം. ഈ തൊഴിലല്ലാതെ എനിക്ക് മറ്റൊരു തൊഴിലും അറിയില്ല സർ. ഈ തൊഴിൽ എന്നെ ശരിക്കും അറിയത്തില്ലല്ലോ. പോയി പഠിച്ചേച്ചു വാ. അയ്യോ, ഈ പ്രായത്തിലും എന്റെ മാനം കപ്പല് കയറും. അയ്യോ, പ്രായം ഒന്നും പ്രശ്നമല്ലെന്നേ. പൊക്കോന്നേ. മെയിൻ ഗേറ്റ് അവിടെ, മെയിൻ ഗേറ്റ് അവിടെ. അയാൾക്ക് എന്താ കാര്യം ഇവിടെ ഉള്ളവരൊക്കെ പിരിച്ചുവിടാൻ? ഞാൻ പറയും, എല്ലാവരും കേക്കട്ടെ. നാളെ രാവിലെ ജാനുമ്മയെ കൂടി പറഞ്ഞു വിട്ടാലോ? ഞാനും ഇവിടുത്തെ ജോലിക്കാരിയല്ലേ കുഞ്ഞെ. മുതലാളി പറഞ്ഞാ പോകാതിരിക്കാൻ പറ്റുമോ? ജാനുമ്മ പോയാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ആരും ഇവിടുന്ന് പോണ്ട. അല്ലെങ്കിൽ എല്ലാവരും പോയിക്കോട്ടെ. വിഷ്ണു ജാനുമ്മയും പോണ്ട. കുഞ്ഞെ, വിഷ്ണു എന്നെ പിരിഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണ്. ഇത്രയും നാളും ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്റെ സൈലൻസ് എല്ലാവരും കൂടി മുതലെടുക്കുക. ഞാൻ ഇപ്പൊ തന്നെ റിസീവർ അങ്കിളോട് ചോദിക്കും. കുഞ്ഞെ, കുഞ്ഞു ബഹളമൊന്നും ഉണ്ടാക്കരുത്. ബഹളമൊന്നും ഉണ്ടാക്കില്ല. എനിക്ക് ചോദിക്കാൻ അധികാരമുണ്ടല്ലോ. എന്റെ സ്വത്തുക്കളല്ലേ ഇത്. എവിടെ റിസീവർ അങ്കിൾ? മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ജാനുമ്മ പേടിക്കണ്ട. അങ്കിളിന് ചിലപ്പോ രവിയേട്ടന് പേടിയായിരിക്കും. ഞാൻ കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ അങ്കിള് രവിയേട്ടന് പുറത്തായിക്കോളും. എവിടെ അവര്? തമ്പുരാനെ, നമ്മള് തമ്മി ഒരു ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. ഞാൻ തുറന്നു പറയാം. ചക്കരക്കുടത്തിൽ കൈയിട്ട നാട്ടുകണപ്പനുസരിച്ച് കൈ ഒന്ന് നക്കണം. ഞാൻ നക്കി. ഒരു 10-25 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും കിടക്കുന്ന കോടികള്. അത് തമ്പുരാൻ എടുക്കാമല്ലോ. എന്റെ ഈ പിച്ചക്കാശ് തമ്പുരാൻ മറന്നു കളഞ്ഞേര്. അത് കേസാക്കരുത്. ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിച്ചാൽ ഞാൻ അനുഭവിക്കേണ്ടതാണ് ആ 25 ലക്ഷം രൂപ. അത് ഞാൻ സാക്രിഫൈസ് ചെയ്യാം. പക്ഷെ എന്ത് പ്രത്യുപകാരമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? എന്തും. അതൊരു ഫ്ലാറ്റ് ആൻസർ ആണ് ആശാനെ. വാട്ട്, വെൻ ആൻഡ് ഹൗ സ്പെസിഫിക് ആയിട്ട് പറയണം. കേൾക്കട്ടെ. തമ്പുരാന്റെ തടസ്സങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി തരാം. നോക്കിയേ, ആ പന്ന സാറുമാരെ ഞാൻ ഒഴിവാക്കി. വേണമെങ്കിൽ ജാനുമ്മ ഒഴിവാക്കണോ? ഞാൻ റെഡി. അതുകൊണ്ട് എന്റെ കാര്യത്തിലുള്ള തടസ്സം ജാനുമ്മ അല്ലല്ലോ. തമ്പുരാനാണെങ്കിലും എന്നോട് ലോകപരിചയം ഇല്ലാത്തോണ്ട് പറയുക. പ്രായപൂർത്തിയാകാത്തൊരു പെണ്ണ് വിവാഹം കഴിക്കരുത് എന്ന് നിയമമുണ്ട്. പക്ഷെ അവൾ ഗർഭിണിയാകരുത് എന്ന് നിയമമുണ്ടോ? അത് തമ്പുരാണെങ്കിൽ സഹായിച്ചേക്കണം. വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്തയെ തള്ളി പറയാൻ ലക്ഷ്മിക്കുട്ടിക്കാവുമോ എന്റെ തമ്പുരാനെ? അതെങ്ങനെ വേണം എന്ന് പറയാൻ ഈ കൊച്ചി ഇരിക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒന്നിങ്ങി വരൂ. ലക്ഷ്മി വരൂ.
തമ്പുരാട്ടി എന്തെങ്കിലും നേരത്ത് ആരെങ്കിലും കണ്ടാലോ? ഒരു നന്ദി വാക്കെങ്കിലും വന്ന് പറയണമെന്നുണ്ടായിരുന്നു, പറ്റില്ല. എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞതല്ലേ? അത് സത്യമായിട്ടും പറഞ്ഞതല്ലേ? അതെ, അതിലിപ്പോ എന്താ ഉണ്ടായത്? എന്നെ കൂടെ കൊണ്ടുപോകണം. അയ്യോ, തമ്പുരാട്ടി എന്തായി പറയുന്നത്? എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. എന്നെ അവര് കൊല്ലും. ഇനി വൈകിയ ചിലപ്പോ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ തന്നെ വാടിയോടെ ഇവിടെ വാടി വരാല്ലോ. മിണ്ടരുത്, മിണ്ടരുതല്ലേ പറഞ്ഞു. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഇവിടെ നിന്നോ. ഈ കൈ കിടന്ന് വളർന്ന കുഞ്ഞാണ്. അതിനെ ഇങ്ങനെ കൊല്ലാക്കൊലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. തുറക്കണി കഥ. ഇല്ല, തുറക്കില്ല പറഞ്ഞു. മോങ്ങണ്ട, നീ കയ്യിലിട്ട് വളർത്തിയ ഗുണമൊക്കെ എല്ലാരും കണ്ടു. സാർ, ആ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാക്കൊല മിണ്ടി പോണത് കടടി പുറത്ത്. അയാൾക്ക് ഇതിനെ പറ്റി ഒരു വിവരമില്ല. ലക്ഷ്മി, 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 ലക്ഷ്മി. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴലകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം,
പെയ്യാൻ കൂടെ വരാം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുക്കിലോട്ടം. കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിമുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുക്കിലോട്ടം. കുട്ടി ദാ ചായ കുടിച്ചോളൂ. വേണ്ട. കുട്ടിയുടെ പേരെന്താ? കുട്ടി ഏതാ? എങ്ങോട്ടാ പോണേ? പാതിര നേരത്തെ അനാഥമായിട്ട് വഴിയെ കണ്ടു. ഒരു മാനുഷ്യ പരിണിനെ ഓർത്ത് വണ്ടി കെട്ടി. ദാ ഇപ്പൊ നേരം വെളുത്തു. ഇനി അങ്ങനെ ഒന്നും പറയാതിരുന്ന ഇതിനെ കൊണ്ട് എങ്ങോട്ട് പോവാനാ? കണ്ടിട്ട് മഹാ കഷ്ടം തോന്നുന്നു സിസ്റ്ററെ. നമ്മളിപ്പോ ഇറക്കി വിട്ടാ എങ്ങനെയാ എന്ന് വിചാരിച്ച് ഇതിനെ കൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോവാനാ? ആരെങ്കിലും ചോദിച്ച എന്തു പറയും? ആരാ ഏതാ? ഇനി വല്ല കൊലപാതകവും ചെയ്തിട്ട് വന്നാണോ കർത്താവേ? അങ്ങനെയൊന്നും ആവില്ല സിസ്റ്ററെ. കുട്ടി നിനക്ക് അറിഞ്ഞുകൂടാ, കാലം വല്ലാത്തതാ. അതിനെ ഇങ്ങോട്ട് ഇറക്കി വിട്. എനിക്ക് വയ്യ. സിസ്റ്റർ എന്ന് പറ. ഞാൻ പറയാലോ. അളിയാ, ഒരു പ്രശ്നക്കേസ് വണ്ടിക്കകത്തുണ്ടെന്നാ തോന്നുന്നേ. പോയി നോക്കാം. കുട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. കുട്ടിയോട് തന്നെയാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. കുട്ടി ആരാ? കുട്ടിയുടെ വീട് ഏതാ? കുട്ടിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? നിങ്ങൾ എങ്ങോട്ടാ? ഇതൊരു കോളേജ് സ്റ്റഡി ടൂറാ. ഞങ്ങൾ ബാംഗ്ലൂരിന് പോവാ. ഞാനും പോരട്ടെ. ബാംഗ്ലൂർക്കോ? അവിടെ ആരെ കുട്ടിക്കുള്ളത്? ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇത് ശരിയാവില്ല. കുട്ടി ഇവിടെ ഇറങ്ങിക്കോ. സിസ്റ്ററെ, ഇതിനെ വഴിയിൽ ഇറക്കിയിട്ട് പോയാ ഇതിനേക്കാ പുലിവാലാവും. ആരോരും ഇല്ലാത്ത പെണ്ണിനെ പെരുവഴിയിൽ ഇറക്കി വിട്ട് നമുക്ക് വല്ല പോലീസ് സ്റ്റേഷനിലും ആക്കാം. വേണ്ട. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, അതിന്റെ ആവശ്യമില്ല. ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കുട്ടിയാ. ഈ കുട്ടിയെ നിങ്ങൾ അറിയുമോ? അറിയും. ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ ലക്ഷ്മി തമ്പുരാട്ടിയല്ലേ? അല്ല, ഞാൻ ലക്ഷ്മി അല്ല. കള്ളം പറയരുത്. കുട്ടി വീട് വിട്ടു പോയ ശേഷം വീട്ടുകാർ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? വരൂ, ഞങ്ങളുണ്ടെന്നാ. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണെന്നേ. അയ്യോ അയ്യോ അയ്യോ. ലക്ഷ്മി, വിഷ്ണു, യു ഇതെങ്ങനെ വന്നു? ആരാടാ നീ? വിഷ്ണു, നിക്കടെ. വിട്ടെ വിട്ടെ. നീ ആരാടാ? നീ ആരാടാ? ഞാൻ ആരാണെന്ന്? സിസ്റ്ററെ, ഞാൻ ആരാണെന്ന്? അയ്യേ, ഞാൻ ആരാണെന്നോ? ലക്ഷ്മി, ഞാൻ ആരാണെന്ന്?
നിങ്ങൾ ഈ രണ്ട് അടിമാടന്മാരെ അവൻ ഒറ്റയ്ക്ക് തല്ലി താഴ്ത്തിട്ട് പെണ്ണിനെയും കൊണ്ട് കടന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺബിലീവബിൾ. വിശ്വസിക്കാൻ പറ്റുമോ ആശാനെ? ഏയ് എവിടെ വിശ്വസിക്കാൻ? അല്ല സാർ, അവൻ നല്ലൊരു ഫൈറ്ററാണ്. വേണ്ട വേണ്ട, അതേപ്പറ്റി ഒന്നും പറയണ്ട. അവന്റെ ഫൈറ്റിന്റെ വിശേഷം ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ. നിങ്ങൾ എന്തുകൊണ്ട് അവനെ ഫോളോ ചെയ്തില്ല? അവൻ ബൈക്ക് അടിച്ചോണ്ട് പോയില്ലേ? എടോ അതൊരെണ്ണം, വേറെ ഒരെണ്ണം ഇല്ലായിരുന്നോ? അതെ, ഈ കണ്ടീഷനിൽ ഞങ്ങൾ എങ്ങനെ അവനെ ഫോളോ ചെയ്യാനാണ് സാർ? അവൻ ഞങ്ങൾ അടിച്ച് നിരപ്പാക്കിയില്ലേ? പിന്നെ ഈ കണ്ടീഷനിൽ കൊട്ടാരം തപ്പി പിടിച്ച് ഇവിടെ വരെ വന്നത് എങ്ങനെയാ? നഷ്ടപ്പെട്ട ബൈക്കിന്റെ കാശ് തിരിച്ചു തരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഇല്ല സാർ നിങ്ങൾക്ക്? ഒന്നുമില്ലെങ്കിലും ആ കുട്ടിപോയ റൂട്ടിന്റെ ഹിന്റല്ലേ സാർ? ദാ കിടക്കുന്നു. ആ, നിങ്ങൾ ഏതായാലും പുറത്തു പോയിരിക്കേ. എന്നാ കാര്യത്തിന്? അതൊക്കെ പറയാനേ. നിങ്ങൾ ചെല്ലേ. പൈസയുടെ കാര്യം തരാനോടോ? എന്തിനാണോ? എടോ, ആ രവിവർമ്മയോട് ഇതിനെ പറ്റി ആലോചിക്കണ്ടേ? ഏതായാലും ഇവന്മാർ അവനെ നേരെ കണ്ടതല്ലേ? വിഷ്ണു പരമശിവനോ ബ്രഹ്മാവോ ആര് വേണേലും കൊണ്ടുപോട്ടെ, ഞാൻ ആശ കളഞ്ഞു. എനിക്ക് വേണ്ട, തല വലിച്ചാ മതി. തമ്പുരാൻ ഈ സമയത്ത് എന്നെ കൈവിട്ട എന്താ ഞാനിവിടെ കൂടി പാർക്കണോ? ഞാനിവിടെ അതിഥിയല്ലേടോ. ഒരു ശേഷം മറ്റവർത്താനം പറയരുത്. നിങ്ങൾക്ക് വേണ്ടില്ലേ ഞാൻ ഈ പുലിവാലൊക്കെ പിടിച്ചത്? എന്ത് പുലിവാല പിടിച്ചു? ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വന്നു, 2-3 ദിവസം താമസിച്ച് പോവാന്ന് വെച്ചു. എന്താ ഞാൻ അവിടെ തല്ലിയോ, കൊന്നോ, അല്ല റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ തല്ലേണ്ട സമയമല്ല ഇത്. പെണ്ണ് എവിടെയെങ്കിലും പോയി കുടുങ്ങിയാൽ ഞാൻ മാത്രമല്ല നിങ്ങളും കുടുങ്ങും. തന്നെ സർക്കാർ നോക്കാൻ ഏൽപ്പിച്ച കൊട്ടാരം, തമ്പുരാട്ടി, സ്വത്തുക്കൾ താൻ അപ്പോയിന്റ് ചെയ്ത ഒരു സാറിന്റെ കൂടെ അവൾ ഓടിപ്പോയി. ഇതിന് ഞാൻ എന്തിനാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്? അതിന്റെ പുറകെ ഞാൻ തോന്നുന്നത് എന്തിനാ? താനും കൂടെ അറിഞ്ഞുകൊണ്ടാ അവൾ അവന്റെ കൂടെ ഓടിപ്പോയെന്ന് ഞാൻ പറഞ്ഞാലോ? മാത്രമല്ല താൻ വിഴുങ്ങിയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും, ലക്ഷക്കണക്കിന്. അയ്യോ, എന്നെ ഇതിന്റെ ഇടയിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ റിസീവർ സാറേ ഒരു നടക്ക് പോവില്ല, ജീവിതം മുഴുവൻ അഴിയണ്ണേണ്ടി വരും. താങ്ക്സ് a lot. ബൈ. എന്തിനാണോ പ്രാവുന്നത്? ആ പരമതന്റെ പറഞ്ഞിട്ട് പോയി വർത്താനം കേട്ടോ തോമാച്ച? അതെന്തെങ്കിലും ആകട്ടെ, പോലീസിന്റെ കൈപ്പെട്ട അവള് തനിക്കെതിരെ മൊഴി കൊടുക്കുന്നുള്ള ഉറപ്പാ. ആ വിഷ്ണുവിന്റെ അഡ്രസ്സില്ലേ? ഇതുപോലത്തെ കള്ളത്തിരുമാലയൊക്കെ ശരിയായ അഡ്രസ് വരുമോ തോമാച്ച?